നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 28-ന് തുടങ്ങിയ ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം ഒടുവിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറിയിരിക്കുകയാണ്. ഇത്തവണത്തെ സമാധാന കരാറിലേറെ പ്രതീക്ഷയോടെയാണ് ഇരു രാജ്യങ്ങളും ഉള്ളത്. പശ്ചിമേഷ്യയെ മാസങ്ങളായി യുദ്ധഭീതിയിലാഴ്ത്തിയ സംഘർഷങ്ങൾക്കാണ് ഇപ്പോൾ താൽക്കാലിക വിരാമം വന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നീട്ടുന്നതിനുള്ള നിർണായക ധാരണാപത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി ഒപ്പുവെച്ചു. ഫ്രാൻസിലെ ഇവിയാനിലെ ബെയ്സനിൽ നടക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ട്രംപിന്റെ ഒപ്പുവെക്കൽ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കരാറിൽ ഒപ്പുവെച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനോട് സ്ഥിരീകരിച്ചു. അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിൽ 4 മാസം മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട കടുത്ത സൈനിക സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുപ്രധാന നീക്കം. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നതും ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയുമായ ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി ഉടൻ തുറന്നുകൊടുക്കും. 14 പ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ കരാർ പൂർണ്ണമായും പ്രകടനക്ഷമത അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഇറാൻ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിച്ചാൽ മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്നും അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന നിർണായക ധാരണാപത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇലക്ട്രോണിക്കലായാണ് ഒപ്പുവെച്ചത്. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ വെടിനിർത്തൽ കരാർ അടിയന്തരമായി പ്രാബല്യത്തിൽ വന്നതായി വൈറ്റ് ഹൌസ് വക്താവ് സ്ഥിരീകരിച്ചു. ഫ്രാൻസിലെ G7 ഉച്ചകോടിയോടനുബന്ധിച്ച് വേഴ്സായ് കൊട്ടാരത്തിൽ വെച്ചാണ് ട്രംപ് കരാറിന്റെ പകർപ്പിൽ ഒപ്പുവെച്ചത്. അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിൽ 4 മാസം മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട കടുത്ത സൈനിക സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുപ്രധാന നീക്കം. ഇസ്ലാമാബാദ് ധാരണാപത്രം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കരാർ ഒപ്പുവെച്ചതോടെ മാസങ്ങളായി തടഞ്ഞു കിടക്കുന്നതും ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയുമായ ഹോർമുസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി ഉടൻ തുറന്നുകൊടുക്കും. 14 ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഇപ്രകാരമാണ്. 1. എല്ലാ മുന്നണികളിലും യുദ്ധാവസാനം. അമേരിക്കയും ഇറാനും അവരുടെ സഖ്യകക്ഷികളും എല്ലാ മുന്നണികളിലെയും സൈനിക നീക്കങ്ങൾ ഉടൻ തന്നെയും ശാശ്വതമായും അവസാനിപ്പിക്കാൻ കരാർ വ്യവസ്ഥ ചെയ്തു. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ കരാർ തകർക്കുമോ എന്ന ആശങ്ക ട്രംപിനുണ്ടായിരുന്നു. ലെബനന്റെ പരമാധികാരത്തെ മാനിക്കുന്നതും ഇരുപക്ഷവും ഉറപ്പു നൽകുന്നു. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ അത് കരാറിന്റെ ലംഘനമായി കണക്കാക്കുമെന്നും ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 2. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല. അമേരിക്കയും ഇറാനും പരസ്പര പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ബഹുമാനിക്കുമെന്നും ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും കരാർ വ്യക്തമാക്കുന്നു. 3. 60 ദിവസത്തെ സമയപരിധി. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ അന്തിമ കരാറിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും പരമാവധി 60 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടെ ഈ സമയപരിധി നീട്ടാവുന്നതാണ്. ബുധനാഴ്ച രാത്രിയോടെ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ഇതിൽ ഒപ്പുവെച്ചതോടെ 60 ദിവസത്തെ സമയപരിധി ആരംഭിച്ചു കഴിഞ്ഞു. 4. കടൽ ഉപരോധം അമേരിക്ക പിൻവലിക്കും. ധാരണാപത്രം ഒപ്പുവെച്ചതോടെ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധവും തടസ്സങ്ങളും നീക്കാൻ ആരംഭിക്കും. 30 ദിവസത്തിനകം ഇത് പൂർണ്ണമാകും. അന്തിമ കരാർ ഒപ്പുവെച്ച് 30 ദിവസത്തിനകം ഇറാൻ അതിർത്തികളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ ഫെബ്രുവരി 28-ന് മുമ്പുണ്ടായ പഴയ സ്ഥലങ്ങളിലേക്ക് പിൻവലിക്കും. 5. ഹോർമുസ് കടലിടുക്ക് തുറക്കും. കരാർ ഒപ്പുവെച്ചതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് യാതൊരുവിധ ഫീസും ഈടാക്കാതെ സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ സൗകര്യമൊരുക്കും. മൈനുകൾ നീക്കം ചെയ്യുന്നതടക്കമുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി കപ്പൽ ഗതാഗതം ഉടൻ പുനഃസ്ഥാപിക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ചേർന്ന് കടലിടുക്ക് നിയന്ത്രിക്കാൻ ഇറാൻ പ്രത്യേക സംവിധാനമുണ്ടാക്കും. ഇറാന്റെ പുനർനിർമ്മാണത്തിന് ഫണ്ട്. ഇറാന്റെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി അമേരിക്കയും പ്രാദേശിക പങ്കാളികളും ചേർന്ന് $300 ശതകോടി വലിയൊരു പദ്ധതി തയ്യാറാക്കും. എന്നാൽ ഇതിലേക്ക് അമേരിക്ക ഒരു പൈസ പോലും നൽകേണ്ടതില്ല. അമേരിക്കയുടെ അനുമതിയോടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലുള്ള മറ്റ് പ്രാദേശിക പങ്കാളികളാകും ഈ തുക നിക്ഷേപിക്കുക. 7. സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിക്കും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ വഴിയും അമേരിക്ക ഏകപക്ഷീയമായും ഇറാനെതിരെ ഏർപ്പെടുത്തിയിരുന്ന മുഴുവൻ സാമ്പത്തിക ഉപരോധങ്ങളും അവസാനിപ്പിക്കും. ഇതിന്റെ കൃത്യമായ സമയ വിവരങ്ങൾ അന്തിമ ചർച്ചകളിൽ തീരുമാനിക്കും. 8. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല.
ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ വാങ്ങുകയോ ഇല്ലെന്ന് കരാറിൽ സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ വീര്യം കുറയ്ക്കുകയോ സുരക്ഷിതമാക്കുകയോ ചെയ്യും. ഇറാന്റെ പക്കൽ ആണവായുധം എത്താതിരിക്കുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി. ആണവ പദ്ധതിയിലെ നിലവിലെ സ്ഥിതി തുടരും. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ ഇറാന്റെ ആണവ പദ്ധതികളിൽ നിലവിലുള്ള സ്ഥിതി തുടരും. ഈ കാലയളവിൽ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തില്ല. ഇറാനെ എണ്ണ കയറ്റുമതി ചെയ്യുന്നതിനും ബാങ്കിംഗ്, ഗതാഗത സേവനങ്ങൾക്കുമായി പ്രത്യേക ഇളവുകൾ അനുവദിക്കും. മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകും. വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ ഘട്ടഘട്ടമായി അവർക്ക് പൂർണ്ണമായി ലഭിക്കാൻ അമേരിക്ക നടപടി സ്വീകരിക്കും. കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ പാലിക്കുന്നതിനനുസരിച്ച് ഈ തുക റിലീസ് ചെയ്യും. നിരീക്ഷണ സംവിധാനവും അന്തിമ ചർച്ചകളും. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക സംവിധാനം രൂപീകരിക്കും. ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും അന്തിമ കരാറിനായുള്ള ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കും. ഈ അന്തിമ കരാർ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഔദ്യോഗികവും നിയമപരവുമായ പ്രമേയത്തിലൂടെ പിന്നീട് സ്ഥിരീകരിക്കും. ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന അമേരിക്കയുടെ പ്രഖ്യാപനം ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭകർക്ക് തിരിച്ചടിയായേക്കും. എങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കാൻ ട്രംപിന്റെ ഈ നീക്കത്തിന് കഴിഞ്ഞേക്കും. എന്നാൽ ഇസ്രായേൽ ഈ കരാറിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് എപ്പോഴും വ്യക്തമല്ല.